രചന, അവതരണം സുഖി സുരേഷ്. നിനക്കെൻ്റെ ലൈഫ് പാർട്ണറാകാൻ പറ്റുമോ? ഒരു അന്തർമുഖനായി എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നു അവൾ. പ്രേമലേഖനത്തിൻ്റെ അവസാന താളുകളിലേക്ക് കടക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ബുക്കൊന്ന് തരുമോ എന്ന് ചോദിച്ച് ഒരാൾ എൻ്റെ അരികിൽ വന്നു. അതായിരുന്നു എൻ്റെ സാറ, അല്ല, എൻ്റെ സാറമ്മ. ഞാൻ ആ പുസ്തകം മടക്കി ഒരു മടിയും കൂടാതെ അവൾക്ക് കൊടുത്തു. ബഷീറിൻ്റെ പ്രേമലേഖനമല്ല, എൻ്റെ ഹൃദയം. അവൾ ആ ലൈബ്രറിയുടെ പടിയിറങ്ങുന്ന സമയത്ത് ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആദ്യമായിട്ടായിരുന്നു എന്നോട് ഒരാൾ വന്ന് സംസാരിക്കുന്നതും ബുക്ക് വാങ്ങിപ്പോകുന്നതുമെല്ലാം. ആരുമില്ലാത്ത എനിക്ക് ദൈവം തന്നൊരു നിധി പോലെ ഞാൻ അവളെ കണ്ടു. എൻ്റെ മനസ്സിലെ മാറാല തുടച്ചു നീക്കി എന്നിൽ എഴുത്തുകാരനെ പുറത്തു കൊണ്ടുവന്നതും അവൾ തന്നെയായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ആദ്യ പ്രേമലേഖനം കൈമാറുമ്പോൾ എൻ്റെ കൈകൾ വിറച്ചിരുന്നു. മറക്കാൻ കഴിയില്ല, അവളെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ആരുടെയും സമ്മതമില്ലാതെയുള്ള ഈ വിവാഹത്തിന് സ്വന്തം വീട്ടുകാരെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളും എന്നെ നിരാശപ്പെടുത്തി. അവളുടെ വിവാഹ ദിവസം അലമുറയിട്ട് കരയുന്ന എന്നെ വാരിപ്പുണരാൻ ഒരു ഇടിമിന്നലോട് കൂടി ഒരു മഴ പെയ്തിരുന്നു. ഈ പ്രപഞ്ച സത്യങ്ങളല്ലാതെ എൻ്റെ കണ്ണുനീർ അപ്പോഴും മറ്റാരും കണ്ടിട്ടില്ല. പ്രണയം എന്നത് എത്രത്തോളം മനോഹരമാണ് എന്നതുപോലെ തന്നെയാണ് നഷ്ടപ്രണയവും. അതെത്രത്തോളം ഭയാനകരമാണെന്നറിയാൻ അനുഭവിച്ചതിന് മാത്രമേ അത് പറയാൻ കഴിയൂ. മറവി എന്നത് മനുഷ്യന് ദൈവം തന്ന ഒരു വരദാനമാണ് എന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സമയവും ചിലപ്പോൾ മറന്നുപോകും എന്നതുപോലെ അതും കടന്നുപോയി. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ HR മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു വിവാഹാലോചന വരുന്നത്. ആ ഒരു സമയം എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന് വീട്ടുകാരോട് ഞാൻ തർക്കിച്ചുകൊണ്ടേയിരുന്നു. വയസ്സ് 31, ഇനി എപ്പോൾ നീ വിവാഹം കഴിക്കാനാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ ബഹളവും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. നിനക്ക് താഴെ ഒരുത്തനും കൂടിയുണ്ട്, ചേട്ടൻ കെട്ടാതെ അനിയനെ കെട്ടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, നീ തന്നെ ഒരു തീരുമാനം എടുക്ക് എന്ന് പറഞ്ഞു വീട്ടുകാരും. അങ്ങനെ നിർബന്ധവും ഉപദേശവും കഠിനമായപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ ഞാൻ അവരോട് ശരി എന്ന് പറഞ്ഞു. പെണ്ണ് കാണാനിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഹർഷയോട് പറഞ്ഞിരുന്നു, ഞാൻ മാനസികമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല, എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ. പക്ഷേ വിവാഹം കഴിഞ്ഞ് മാനസികമായും ശാരീരികമായും ഞാൻ ഹർഷയിൽ നിന്ന് അകന്നു നിന്നു. എന്തോ മറ്റൊരാളെ എൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തതുപോലെ അവൾ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴും ഞാൻ അകന്നു മാറിക്കൊണ്ടിരുന്നു. അവളോടെന്തോ ദേഷ്യമുള്ളതുപോലെ. ഒരു ദിവസം ഇരുട്ടുമുറിയിൽ നിന്ന് കരയുന്ന അവളെ ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും അവളോട് താല്പര്യം തോന്നിയിരുന്നില്ല. ഒരു കമ്പനിയുടെ നല്ലൊരു HR എന്നാൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾക്കും ചെറിയൊരു പരിഗണന കൊടുക്കുന്ന ഒരാളായിരിക്കണം. പക്ഷേ ഞാനെപ്പോഴും മോശം പെരുമാറ്റത്തിന് വാണിംഗ് കിട്ടിയ ഒരാളായിരുന്നു. തക്കതായ കാരണങ്ങൾ പോലുമില്ലാതെ ഓരോ ആളുകളുടെയും ശമ്പളം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നു. പലരെയും ദ്രോഹിക്കുന്നത് എനിക്കൊരു വിനോദമായി മാറിക്കഴിഞ്ഞു. ഒരു മനുഷ്യനെ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവർ സഹിക്കും. പക്ഷേ ആ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്കതൊരു ശീലമായിട്ട് മാറും. നമ്മൾ അവർക്ക് ആരുമല്ലാതായി മാറും. ഹർഷയുടെ ചില പെരുമാറ്റ രീതികളിൽ നിന്ന് എനിക്ക് തന്നെ അത് മനസ്സിലായി. ഞാൻ പലപ്പോഴും അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വെറുപ്പ് തോന്നിയിട്ടുണ്ട്. ഇന്ന് അവൾക്കും എന്നോട് വെറുപ്പാണ് എന്നെനിക്ക് തോന്നി. പക്ഷേ ഞാൻ ആ വെറുപ്പിനെ സ്നേഹിക്കുന്നു. ആരും എന്നെ ഇഷ്ടപ്പെടണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഒരു ദിവസം ഹർഷ എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നൊരു വേലക്കാരെ പോലെയാണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്, എനിക്കിത് പറ്റില്ല. അത് ശരിക്കും എനിക്ക് ദേഷ്യം വന്നൊരു നിമിഷമായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, എന്നാൽ നീ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് പോടി, എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, പറ്റുവാണെന്നുണ്ടെങ്കിൽ നിന്നാൽ മതി. ഞാൻ ആ മുറിയുടെ കതക് വലിച്ചടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പലപ്പോഴും വീട്ടിലേക്ക് പോകാൻ പോലും എനിക്ക് മടിയായി തുടങ്ങി. എൻ്റെ വീട്ടുകാർ, ഹർഷ, എല്ലാവരും എനിക്ക് വെറുപ്പായി മാറിയിരിക്കുന്നു. ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തായിരുന്നു ഞാൻ സാറെ വഴിവെച്ച് കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു മിന്നായം പോലെ അവൾ അവളുടെ ഭർത്താവിൻ്റെ കൈ പിടിച്ചിങ്ങനെ പോകുന്നു. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ലായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ എന്തെല്ലാമൊക്കെയോ കാട്ടിക്കൂട്ടി. ആ ഒരു നിമിഷം എൻ്റെ അശ്രദ്ധ മൂലം കമ്പനിക്ക് നഷ്ടം വന്നത് 5 ലക്ഷം രൂപ. കമ്പനി എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ശേഷം എനിക്കെതിരെ കേസും ഫയൽ ചെയ്തു. 5 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേസിൽ നിന്ന് പിൻവലിക്കാം എന്ന് പറഞ്ഞ് കമ്പനിയും. പക്ഷേ അതേസമയം 5 ലക്ഷം രൂപ കയ്യിലെടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണോ ആരും തന്നെ എന്നെ സഹായിക്കാൻ തയ്യാറായില്ല.
എൻ്റെ പതനത്തിൽ തന്നെ ഓരോ ആളുകളും മറഞ്ഞു നിന്നിച്ചിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. കമ്പനിയിൽ എല്ലാവർക്കും സന്തോഷം. ചിലർ ലഡു വിതരണം ചെയ്തും കേക്ക് മുറിച്ചുമെല്ലാം ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ദുഷ്ടനായ എനിക്ക് ഇതിലും വലുതൊന്നും കിട്ടാനില്ല. പൈസയ്ക്കായി പലയിടത്തും ഞാൻ നടന്നു നിരങ്ങി. ലോൺ എടുക്കാനും നോക്കി, പക്ഷെ അതും നടന്നില്ല. എൻ്റെ നിസ്സഹായ അവസ്ഥ എൻ്റെ വീട്ടുകാരും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പൈസയുടെ കാര്യത്തിൽ അവനും മൗനം പാലിച്ചു. അങ്ങനെ ഒന്നും ചെയ്യാനാവാതെ വിയർപ്പ് പുരണ്ട കോലത്തിൽ ഞാൻ കട്ടിൽ വന്ന് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അരികിൽ എന്തോ ഒന്ന് അനങ്ങുന്ന ശബ്ദം. കയ്യിലും കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന എല്ലാ സ്വർണവും അഴിച്ച് കട്ടിൽ വെച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഹർഷയെ ഞാൻ കണ്ടു. ഇതെത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഉള്ളത് വിറ്റോ പണയം വെച്ചോ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് പോയി. ആ ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ എനിക്ക് തോന്നി. പക്ഷേ ആൺകുട്ടികൾ കരയാൻ പാടില്ലല്ലോ, നാണക്കേടല്ലേ. ഞാൻ എൻ്റെ കരച്ചിൽ കടിച്ചമർത്തി അടുക്കളയിൽ നിന്നിരുന്ന ഹർഷയുടെ അടുക്കിലേക്ക് ചെന്നു. കുറച്ചു നേരം അവളുടെ മുന്നിൽ മൗനമായി നിന്ന് അവളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് ചുംബിച്ചു. എൻ്റെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചാരി. ആ ഒരു നിമിഷം അവളെ ചേർത്ത് പിടിച്ച് ഞാൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ചുണ്ടുകൾ അറിയാതെ ഇടർന്നുണ്ടായിരുന്നു. അറിയാതെ അത് മൗനമായി മന്ത്രിച്ചു, മാപ്പ്, മാപ്പ്. കഥ അവസാനിച്ചു.